blessing today. ബ്ലെസ്സിംഗ് ടുഡേയിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം. ഈ ആഴ്ചയിലെ ആദ്യത്തെ എപ്പിസോഡുമായിട്ടാണ് ഞങ്ങൾ നിങ്ങളുടെ മുൻപിൽ വന്നിരിക്കുന്നത്. അപ്പോൾ തന്നെ ലോകമെമ്പാടുമുള്ള പ്രേക്ഷകർക്ക് ഈ എപ്പിസോഡ് അനുഗ്രഹമായി തീരുന്നതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവർക്ക് വേണ്ടി നമ്മൾ ഒരുമിച്ച് ചേർന്ന് ഇപ്പോൾ പ്രാർത്ഥിക്കാനായി പോവുകയാണ്. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരുടെ മകന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസം ശരിയായ രീതിയിൽ പൂർത്തിയാക്കുവാൻ, അപ്പോൾ തന്നെ കർത്താവെ അദ്ദേഹത്തിൻ്റെ സംസാരത്തിൻ്റെ കാര്യത്തിൽ വ്യക്തമായ ക്ലാരിറ്റി ഉണ്ടാകുവാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഹല്ലേലൂയ. മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഒരു നല്ല കുഞ്ഞിനെ ലഭിക്കുവാനായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവളുടെ ഡെലിവറിയെ അങ്ങ് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ സിബ്ലിങ്സിൻ്റെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ആൽബർട്ടിന് വേണ്ടി, പ്രിൻസിന് വേണ്ടി, ജോബിന് വേണ്ടി, ജോർഡിക്ക് വേണ്ടി, ബ്ലൂവിന് വേണ്ടി, ഫെമി, അതുപോലെ ജിതിൻ, അവരുടെയൊക്കെ ആത്മീക അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അങ്ങ് അനുഗ്രഹിച്ചതിനായി നന്ദി പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ അമേൻ, അമേൻ. രണ്ടാമത്തെ വ്യക്തി എന്നുള്ള മുംബൈയിൽ നിന്നുള്ള ആൽവിനാണ്. അദ്ദേഹത്തിൻ്റെ ബർത്ത്ഡേ ആണെന്ന്. ഹാപ്പി ബർത്ത്ഡേ. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ആൽവിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, തൻ്റെ ശരീരത്തിൽ രോഗങ്ങൾ മാറിപ്പോകട്ടെ, സ്കിൻ ഡിസീസ് എല്ലാം സൗഖ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ സഹോദരനുമായി പ്രാർത്ഥിക്കുന്നു. ജ്ഞാനത്തിൻ്റെ ആത്മാവിനെ കൊടുക്കണമേ, ഒരു നല്ല വിദ്യാഭ്യാസത്തെ അങ്ങ് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഈ രണ്ട് വ്യക്തികളെ ഞങ്ങളിപ്പോൾ ചേർന്ന് അനുഗ്രഹിച്ചിരിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. ഈ എപ്പിസോഡിൻ്റെ പുറകിൽ അനുഗ്രഹമായി തീർന്നതിന് ഈ രണ്ട് വ്യക്തികളോടും അവരുടെ കുടുംബാംഗങ്ങളോടുമുള്ള പ്രത്യേകമായ നന്ദി ബ്ലെസ്സിംഗ് ടുഡേയുടെ പേരിൽ അറിയിക്കുകയാണ്. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ പാല നവംബർ 20 വെള്ളി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. ടൗൺ ഹാൾ പാല. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ അടിമാലി നവംബർ 21 ശനി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. പഞ്ചായത്ത് ടൗൺ ഹാൾ അടിമാലി. ഇന്നത്തെ എപ്പിസോഡിന് ഒരു പ്രത്യേകതയുണ്ട്. ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറയുന്നതിനേക്കാൾ ഈ ആഴ്ചയിലെ മുഴുവൻ എപ്പിസോഡുകൾക്കും ഒരു പ്രത്യേകതയുണ്ട്. ഒക്ടോബർ 23, 24, 25 തീയതികളിലായിട്ടായിരുന്നു കൊച്ചിൻ ബ്ലെസ്സിംഗ് സെൻറ്ററിൽ വെച്ച് ബ്ലെസ്സിംഗ് സെൻറ്റർ ആനുവൽ കോൺഫറൻസ് നടന്നത്. ആ കോൺഫറൻസിൽ നിന്നുള്ള ദൃശ്യങ്ങൾ, സന്ദേശങ്ങൾ, അനുഭവ സാക്ഷ്യങ്ങൾ, മറ്റാളുകളുടെ പ്രതികരണങ്ങൾ, ഇതൊക്കെയാണ് ഈ 5 ദിവസങ്ങളിലായിട്ട് നിങ്ങൾ ഈ ആഴ്ച കാണാൻ പോകുന്നത്. എനിക്കൊരു കാര്യം ഉറപ്പാണ്, ഈ ഓരോ എപ്പിസോഡുകളും നിങ്ങളുടെ അടുക്കൽ വരുമ്പോൾ ഇത് പവർ പാക്ഡ് ആയിട്ടാണ് നിങ്ങളുടെ അടുക്കിലേക്ക് വരുന്നത്. വലിയ ശക്തി, വിടുതലുകൾ, അനുഗ്രഹങ്ങൾ, രോഗസൗഖ്യങ്ങൾ ഇതിൻ്റെ പിന്നിലുണ്ട്. അതുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡിലേക്ക് നമുക്ക് പോകാം. ഒക്ടോബർ 23, 24, 25 വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ കൊച്ചിൻ ബ്ലെസ്സിംഗ് സെന്ററിൽ വെച്ച് നടന്ന ബ്ലെസ്സിംഗ് സെന്റർ ആനുവൽ കോൺഫറൻസ് 2015 ആയിരങ്ങൾക്ക് അനുഗ്രഹമായി മാറി. ബ്രദർ ഡാമിയനും സിസ്റ്റർ ക്ഷമ ഡാമിയനും നെഹമായ ഡാമിയനും നൽകിയ അഭിഷേകാഗ്നി നിറഞ്ഞ സന്ദേശങ്ങൾ, കൂടാതെ അറിയപ്പെടുന്ന ബൈബിൾ ടീച്ചറായ റവറൻ GS ശ്രീനിവാസൻ ജനങ്ങളെ തിരുവചനത്തിന്റെ ആഴങ്ങളിലേക്ക് നടത്തി. This is not an ordinary conference. This is a fiery conference because the God we serve is a fiery God. രോഗസൗഖ്യങ്ങളുടെയും അനുഗ്രഹങ്ങളുടെയും ദിവസങ്ങൾ. രോഗികളായി വന്ന പലരും ഉടനടി സൗഖ്യമായ അനുഭവം. കണ്ണുനീരോട് കൂടിയ സാക്ഷ്യങ്ങൾ, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം, കൃപാവരങ്ങളുടെ ജ്വലനം, പറഞ്ഞറിയിക്കാനാകാത്ത സന്തോഷത്തിന്റെ 3 ദിനങ്ങൾ.
അതായിരുന്നു ഇപ്രാവശ്യത്തെ ആനുവൽ കോൺഫറൻസ്. മുതിർന്നവരും കുട്ടികളും യൗവനക്കാരും ചേർന്നുള്ള ആരാധനാവേളകൾ, ദ ഹിസ്റ്ററി മേക്കേഴ്സിന്റെ വിവിധ പ്രോഗ്രാമുകൾ കേരളത്തിനകത്തു നിന്നും പുറത്തുനിന്നും വന്ന അനേകരെ സ്പർശിച്ചു. ആത്മീയമായി വളരുവാനായിട്ട് എല്ലാവർക്കും, എനിക്ക് മാത്രം എല്ലാവർക്കും ആത്മീയമായിട്ട് വളരുവാനായിട്ട് സാധിക്കുന്ന ഒരു കോൺഫറൻസ് ആയിരുന്നു ഇത്. ഈ കോൺഫറൻസ് മറക്കാൻ സാധിക്കില്ല, മറക്കാൻ പറ്റാത്ത വിധത്തിലുള്ള ഒരു അനുഭവമായിരുന്നു. വചന ശുശ്രൂഷയും എല്ലാം മറക്കാൻ സാധിക്കില്ല, അതുപോലുള്ളൊരു അനുഭവമായിരുന്നു ഉണ്ടായിരുന്നത്. ആത്മകണ്ണിലൂടെ യേശുവിനെ കണ്ടവർ, യേശുവിനെ തൊട്ടവർ, പാപജീവിതം ഉപേക്ഷിച്ചവർ, ഇനിയൊരു ജീവിതമുണ്ടെങ്കിൽ യേശുവിന് വേണ്ടി എന്ന് തീരുമാനിച്ചവർ, അങ്ങനെ പോകുന്നു വന്നു ചേർന്നവരുടെ സമ്മിശ്ര അനുഭവങ്ങൾ. മറക്കാനാകാത്ത ആ ദിവസങ്ങളിലെ സന്ദേശങ്ങളുടെയും അനുഭവങ്ങളുടെയും നേർക്കാഴ്ചയിലേക്ക്. സുവിശേഷത്തിലേക്ക് നമ്മൾ വരുമ്പോൾ കർത്താവ് അവിടെ പറയുന്ന ഒരു പ്രത്യേക വാക്കുണ്ട്. കർത്താവിന് ഇവയെ കൊണ്ട് ആവശ്യമുണ്ട്. ദ ലോർഡ് നീഡ്സ് ഇറ്റ്. കർത്താവിന് ഇവയെ കൊണ്ട് ആവശ്യമുണ്ട്.
ഏത് സന്ദർഭത്തിലാണ് യേശു കർത്താവ് അത് പറഞ്ഞിട്ടുള്ളത്? യേശു കർത്താവ് ജെറുസലേമിലേക്ക് യാത്ര ചെയ്യുവാൻ വേണ്ടിയിട്ട് ബേത്ഫാഗയ്ക്കും ബഥാന്യയ്ക്കും ഇടയിലുള്ള സ്ഥലത്തൂടെ യാത്ര ചെയ്യുന്ന സമയത്ത് യേശു കർത്താവ് തൻ്റെ ശിഷ്യന്മാരോടായിട്ട് പറഞ്ഞു, അക്കരെയുള്ള തൊട്ടടുത്തുള്ള ഗ്രാമത്തിലേക്ക് ചെല്ലുവിൻ. നിങ്ങൾ അവിടെ ചെല്ലുമ്പോൾ അവിടെ ഒരു പെൺ കഴുതയെയും അതിൻ്റെ കുട്ടിയെയും കെട്ടിയിരിക്കുന്നത് നിങ്ങൾ കാണും. മത്തായിയുടെ സുവിശേഷം 21-ാം അധ്യായത്തിലെ 2-3 വചനങ്ങൾ. യേശു 2 ശിഷ്യന്മാരെ വിളിച്ച് ഇപ്രകാരം പറഞ്ഞയച്ചു, നിങ്ങൾക്ക് മുൻപിലുള്ള ഗ്രാമത്തിലേക്ക് ചെല്ലുവിൻ. അവിടെ ഒരു പെൺ കഴുതയെയും അതിൻ്റെ അടുത്ത് അതിൻ്റെ കുട്ടിയെയും കെട്ടിയിരിക്കുന്നത് കാണാം. അവയെ അഴിച്ച് എൻ്റെ അടുക്കൽ കൊണ്ടുവരുവിൻ. നിങ്ങളോട് ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാൽ കർത്താവിന് ഇവയെ ആവശ്യമുണ്ട് എന്ന് അയാളോട് പറയുവിൻ. അപ്പോൾ തന്നെ അയാൾ അവയെ അയക്കും. കർത്താവിന് ഇവയെ ആവശ്യമുണ്ട് എന്ന് പറയുവിൻ. ഹല്ലേലൂയ. ഈ ലോകത്തിൽ ആർക്കും നിങ്ങളെ വേണ്ടെങ്കിലും കർത്താവിന് നിങ്ങളെ വേണം. നാട്ടുകാരും വീട്ടുകാരും കൊള്ളില്ല, നടക്കില്ല എന്ന് പറഞ്ഞിട്ടുള്ള നിങ്ങളെ അവൻ്റെ സിംഹാസനത്തിൻ്റെ തൊട്ടരികിലിരുത്താൻ, കൊണ്ടുപോയി ഇരുത്താൻ വേണ്ടിയിട്ട് കർത്താവിന് വേണം. നമ്മൾ ചിന്തിക്കുന്ന ചുമ്മാ കർത്താവിന് വേണമെന്നുള്ള അല്ലല്ലല്ലല്ല. നാം ഒരു പെൺകുട്ടിയെ തിരഞ്ഞെടുത്താൽ, ഒരു പുരുഷനെ ജീവിത പങ്കാളിയാക്കുവാൻ തിരഞ്ഞെടുത്താൽ, നാം എത്രത്തോളം വലിയ ക്വാളിറ്റീസ്, എത്രത്തോളം ഗുണവിശേഷങ്ങളാണ് ആ വ്യക്തിയിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നമ്മുടെ ക്വാളിറ്റീസ് അനുസരിച്ച് തുലനം ചെയ്യുന്ന, മാച്ച് ചെയ്യുന്ന ഒരു പങ്കാളിയെ മാത്രമേ നാം തിരഞ്ഞെടുക്കുകയുള്ളൂ. അങ്ങനെ നോക്കുമ്പോൾ കർത്താവിന് വേണ്ടത് എത്രത്തോളം, എങ്ങനെയുള്ളതായിരിക്കണം കർത്താവ് തിരഞ്ഞെടുക്കേണ്ടത്? അടുത്തിരിക്കുന്ന ആളുടെ മുഖത്തേക്ക് നോക്കിയിട്ട് പറ, എന്നിട്ടും കർത്താവ് പറയുക, പറഞ്ഞേ നിങ്ങളെ തന്നെ മതിയെന്ന്. ഒന്ന് ഓർത്ത് നോക്കിയേ, എന്നിട്ടും കർത്താവിന് നമ്മെ തന്നെ മതിയെന്ന്. ഹല്ലേലൂയ. ശരീരം തളരുമ്പോൾ, മറ്റു പലതും വരുമ്പോൾ പലരും വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കാം. പക്ഷെ കർത്താവ് നിന്നെ നോക്കി പറയുന്നു, എനിക്ക് നിന്നെ ആവശ്യമുണ്ട്. നോക്കൂ, ഇവിടെ യേശു കർത്താവ് ശിഷ്യന്മാരോട് പറയുകയാണ്, നിങ്ങളുടെ അടുത്തുള്ള ഗ്രാമത്തിൽ ചെല്ലുമ്പോൾ അവിടെ ഒരു അമ്മയായിട്ടുള്ള കഴുതയും മറ്റൊന്ന് അതിൻ്റെ കുഞ്ഞ് ആയിട്ടുള്ള കഴുതക്കുട്ടിയെയും കെട്ടിയിരിക്കുന്നത് കാണുക. അവയെ അഴിച്ച് എൻ്റെ അടുക്കൽ കൊണ്ട് വരുവീൻ. ഹല്ലേലൂയ. കെട്ടിയിട്ടിരിക്കുന്ന കഴുതക്കുട്ടികളാണ്. പക്ഷെ കർത്താവ് പറയുന്നു, അവിടെ പറഞ്ഞിരിക്കുക, കർത്താവിന് ഇവയെ ആവശ്യമുണ്ട്. ഒന്നുകൂടെ പറയാം, കർത്താവിന് കഴുതകളെ ആവശ്യമുണ്ടെന്ന്. സാധാരണ രീതിയിൽ നമ്മൾ അവിടെ ഇവിടെയൊക്കെ ബോർഡ് കാണുന്നത് എങ്ങനെയാണ്? കഴിവുള്ളവരെ, അല്ലേ, ഇന്നത് പഠിച്ച് പാസ്സായിട്ടുള്ള, MBA എടുത്തിട്ടുള്ളവരെ, എൻജിനീയറിങ് കഴിഞ്ഞിട്ടുള്ളവരെ, അഡ്മിനിസ്ട്രേഷൻ വർക്കിൽ ഇത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളവരെ ആവശ്യമുണ്ട്, ടെക്നീഷ്യന്മാരെ ആവശ്യമുണ്ട്. പക്ഷെ കർത്താവ് പറയുന്നു കഴുതകളെ ആവശ്യമുണ്ടെന്ന്. ഹല്ലേലൂയ. ലൂക്കോസിൻ്റെ സുവിശേഷത്തിലേക്ക് നാം വരുമ്പോൾ അവിടെ ആ ഭാഗത്തിൽ കാണുന്നു, ആരും കയറിയിട്ടില്ലാത്ത കഴുതക്കുട്ടിയുടെ മേൽ കർത്താവ് ഇരുന്നു. എപ്പോഴും ഒരു സംശയമുള്ളതാണ്, യേശു കർത്താവ് ആ വലിയ കഴുതയുടെ മുകളിലാണോ കുഞ്ഞി കഴുതക്കുട്ടിയുടെ മുകളിലാണോ ഇരുന്നത്? അവൻ അവയുടെ മേൽ ഇരുന്നു എന്നാണ്, ഹി സാറ്റ് ഓൺ ദം എന്നാണ് അവിടെ നമ്മൾ വായിക്കുന്നത്. അവയുടെ മേലിരുന്നു എന്നുള്ളതാണ്. അപ്പം എല്ലാവർക്കും ഒരു സംശയം, ഒപ്പം 2 കഴുതകളുടെ മേലൂടെ യേശു കർത്താവ് പോയോ എന്നൊക്കെ പലർക്കും, എനിക്കും എൻ്റെ ചെറുപ്പത്തിൽ എനിക്കും ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ഒരു സംശയം. യേശു കർത്താവ് പക്ഷെ ഇരുന്നത് കഴുത കുഞ്ഞിൻ്റെ മേൽ തന്നെയായിരുന്നു. ഹല്ലേലൂയ. കാരണം ബൈബിൾ പറയുന്നു, ആരും കയറിയിട്ടില്ലാത്ത കഴുതക്കുട്ടിയുടെ മേൽ. ഹല്ലേലൂയ. ഒരു കാര്യം ഞാൻ പറയാം, കർത്താവിന് കഴുതി ആവശ്യമുണ്ട്, പക്ഷെ മറ്റാരും കയറിയിട്ടില്ലാത്ത ഒരു കഴുതിയാണ് ആവശ്യം. അടുത്തിരിക്കുന്ന ആളുടെ മുഖത്തേക്ക് നോക്കിയിട്ട് പറ, നിന്റെ യേശുവിൻ്റെ മുൻപിലല്ലാതെ, പറഞ്ഞേ, വേറെ ആരുടെ മുമ്പിലും കുനിഞ്ഞു പോകരുത്. തീരുമാനിക്കാമോ? വേറൊരു മനുഷ്യന്റെ മുൻപിലും കുനിയരുത്, പ്രമാണങ്ങളുടെ മുൻപിൽ കുനിയരുത്, സമ്പ്രദായത്തിന്റെ മുൻപിൽ കുനിയരുത്, പാരമ്പര്യത്തിന്റെ മുൻപിൽ കുനിയരുത്. പേടിപ്പിക്കും, പലതും പറഞ്ഞ് പേടിപ്പിച്ചിരിക്കും, പക്ഷെ അതിൻ്റെ ഒന്നും മുൻപിൽ കുനിഞ്ഞു കൊടുക്കരുത്. യേശു എന്ന ദാവീദ് പുത്രന്റെ മുൻപിലല്ലാതെ ഞാൻ കുനിയില്ല എന്ന തീരുമാനം നമുക്കുണ്ടായിരിക്കണം. എത്ര പേർ ചേർന്നൊരു ഹല്ലേലൂയ പറയും? ഇവിടെ ഈ കഴുത കുഞ്ഞ് യേശുവിൻ്റെ മുൻപിൽ
ഇരുന്ന് കൊടുക്കുക, കുനിഞ്ഞു കൊടുക്കുക. ഹല്ലേലൂയ. എന്തുകൊണ്ടാണ് പിന്നെ ഈ തള്ളക്കഴുതിയും കൊണ്ട് യേശു കർത്താവ് നടന്നത്? കർത്താവ് എപ്പോഴും ഭയങ്കര മനസ്സലിവുള്ള കർത്താവാണ്. ഹല്ലേലൂയ. യേശുവിന് വേണമെങ്കിൽ ആ കുഞ്ഞു കഴുതിയെ മാത്രം കൊണ്ടുപോകാമായിരുന്നു. പക്ഷേ യേശു കർത്താവ് അങ്ങനെ ചെയ്തില്ല. കാരണം ഇവൻ കുഞ്ഞല്ലേ, ഇവൻ്റെ അമ്മയെ കൂടെ കൊണ്ടുപോകാം, അവനെ വേർപിരിക്കണ്ട, അവനെ കൂടെ നടത്താമെന്ന് കരുതുന്ന നമ്മുടെ കർത്താവ്. ഹല്ലേലൂയ. വേറെ ആളുകളൊക്കെ കയറിയ കഴുതിയ നീ പോ, എനിക്ക് നിന്നെ വേണ്ട എന്ന് പറയുന്നില്ല. കയറാൻ ഒരു കഴുതിയാണെങ്കിലും കൂടെ മറ്റേ കഴുതിയെ കൂടെ കർത്താവ് കൊണ്ടുപോകുക. ഹല്ലേലൂയ. ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങളെ കർത്താവ് നിങ്ങളെ ഉപയോഗിക്കുമ്പോൾ, നിങ്ങളെ കൊണ്ട് നടക്കുമ്പോൾ, നിങ്ങളുടെ കൂടെയുള്ള പലതിനെ കൂടെയും കർത്താവ് അങ്ങ് ചുമക്കും. നിങ്ങളെ ചുമക്കാമെങ്കിൽ കർത്താവിന് നിങ്ങളുടെ ഭാരത്തെയും നിങ്ങളുടെ പ്രയാസത്തെയും എല്ലാം ചുമക്കാൻ പറ്റും. അതുകൊണ്ടാണ് കർത്താവ് തള്ളക്കഴുതിയെ കൂടെ കൊണ്ടുപോയത്. ഹല്ലേലൂയ. രസത്തിന് കൊണ്ടുപോയതല്ല. കർത്താവ് ഇത്തിരി ഉത്തരവാദിത്തങ്ങളൊക്കെ ഉള്ള ആളാണ്, സിമ്പതിയൊക്കെ ഉള്ള ആളാണ്. അതുകൊണ്ട് കർത്താവ് എന്ത് ചെയ്തു? തള്ളക്കഴുതിയെ കൂടെ അങ്ങ് കൊണ്ടുപോയി. ഹല്ലേലൂയ. ഒന്നിനും ഉപേക്ഷിക്കില്ല. ചില ആളുകളൊക്കെ ചിന്തിക്കുന്നത്, ഓ തള്ളയല്ലേ ഉപേക്ഷിച്ച് കളഞ്ഞു എന്നാ. ഇല്ലില്ല, കർത്താവ് അതിനെയും അങ്ങ് കൊണ്ടുപോകും. കർത്താവിൻ്റെ കയ്യിലാണേൽ എല്ലാം ഭംഗിയായിട്ട് അങ്ങ് പോകും. ഹല്ലേലൂയ. നോക്കൂ, ഈ കഴുത ഇപ്പോൾ യേശുവിൻ്റെ മുൻപിൽ നിൽക്കുക. യേശു കർത്താവിന് ഈ ഭാഗത്ത് ആവശ്യമുള്ള ഒന്നാമത്തെ കാര്യമാണ് ഒരു കഴുതയെ. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഞാൻ പറയട്ടെ, ഈ കോൺഫറൻസിൽ കർത്താവ് ഇന്ന് ഇവിടെ നിന്നിട്ട് ആവശ്യപ്പെടുക, എനിക്കൊരു കഴുതയെ ആവശ്യമുണ്ട്. ഒന്ന് വാഹനമേറുവാൻ, ഒന്ന് കടന്നു പോകുവാൻ, ഒന്ന് മുന്നോട്ട് പോകുവാൻ, പ്രവർത്തനങ്ങൾ കൊണ്ടുപോകുവാൻ. ഇവിടെ ചില കഴുതമാരെ കർത്താവ് കണ്ടിട്ടുണ്ട്. അവർ ചുമ്മാ ഇരിക്കരുത്. യേശുവേ വന്ന് എൻ്റെ മേലങ്ങ് ഇരുന്നോ എന്നു പറയാമെങ്കിൽ ഒരു കാര്യം ഉറപ്പ്, ഈ കോൺഫറൻസ് കഴിഞ്ഞ് മടങ്ങി പോകുന്നത് ഒരു സാധാരണ കഴുതയായിട്ട്, യേശുവിനെ വാഹനമേറ്റി നടന്നു പോകുന്ന കരുതിയായിട്ടാ. ഹല്ലേലൂയ. കർത്താവിന് വേണ്ടി ഇങ്ങനെ ഭാരവും ചുമന്ന് ആത്മാക്കളെയും ചുമന്ന് ഇങ്ങനെ പോകാൻ ഏതേലും കഴുത ഇവിടെ ഉണ്ടോ? എനിക്കറിയാം, ഇതിനകത്തിരിക്കുന്ന 99% ആളുകളും ബ്ലെസ്സിങ് സെന്ററിലെ വിശ്വാസികളാണ്. യേശു കർത്താവ് ചോദിക്കുന്ന ഒരൊറ്റ കാര്യമുള്ളൂ, യേശു ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം, നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ചിലപ്പോൾ ഒരു സുവിശേഷീകരണമായിരിക്കും, സുവിശേഷം പറയാനുള്ള ജോലി. എൻ്റെയും നിങ്ങളുടെയും മുന്നിലൂടെ കടന്നു പോകുന്ന ഏതൊരു വ്യക്തിയോടും യേശുവിനെക്കുറിച്ച്, സുവിശേഷത്തെക്കുറിച്ച്, സത്യസുവിശേഷത്തെക്കുറിച്ച്, നിത്യജീവനെക്കുറിച്ച് ഞാനും നീയും പങ്കുവെക്കണം. അതുകൊണ്ട് പൗലോസ് പറഞ്ഞു, അയ്യോ സുവിശേഷം പറയുന്നില്ലെങ്കിൽ അയ്യോ എനിക്ക് കഷ്ടം. ഹല്ലേലൂയ. സുവിശേഷം പങ്കുവയ്ക്കാനുള്ള ഉത്തരവാദിത്വം നാം എടുക്കണം. ആത്മാക്കളെ നടത്തുവാനുള്ള ഉത്തരവാദിത്വം നാം എടുക്കണം. ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനുള്ള ഉത്തരവാദിത്വം നാം എടുക്കണം. ഹല്ലേലൂയ. എങ്കിൽ മാത്രമേ യേശുവിനെ കയറ്റുന്ന, യേശുവിനെ ചുമന്നുകൊണ്ടു പോകുന്ന ഒരു കഴുതയായി മാറുവാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. ചേർന്ന് പാടാമോ? ആരുടെയോ നടുവിന്റെ വേദന കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കുന്നുണ്ട്. നടുവിന് വേദനയുള്ള വ്യക്തികൾ ഇപ്പോൾ ആ ഭാഗത്തേക്ക് കൈയെടുത്ത് വെക്കുക. യേശുവിന്റെ നാമം പറഞ്ഞ് യേശുവേ എന്ന് വിളിച്ചുകൊണ്ട് ആ ഭാഗത്ത് കൈവയ്ക്കുക. ഒരു കൈ ഉയർത്തി പിടിച്ച് ഉറക്കെ യേശുവേ എന്ന് വിളിച്ചുകൊണ്ട്
കുനിയുക, നിങ്ങൾ നിവരുക. ഇപ്പോൾ തന്നെ ആ നടുവ് ഇവിടെ സൗഖ്യമാകുക. യേശുവിന്റെ നാമത്തിൽ ആ നടുവേദനയുള്ള വ്യക്തികൾ ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ. യേശുവിന്റെ നാമത്തിൽ ഈ സമയത്ത് ചില രോഗികൾ കൂടെ കർത്താവ് സൗഖ്യമാക്കിയിട്ടുണ്ട്. ആരുടെയൊക്കെയോ നേരത്തെ പ്രാർത്ഥിച്ചപ്പോൾ നടുവിന്റെ വേദന മാറിപ്പോയ ആളുകളുണ്ട്. കൈകളൊന്ന് ഉയർത്തി കാണിക്കാം. അങ്ങനെയുള്ളവർ, നടുവിന്റെ വേദന മാറിപ്പോയ ചില ആളുകൾ ഇവിടെയുണ്ട്. ഓടിവാ, ഓടിവാ, ഓടിവാ. ജീസസ്, ഹല്ലേലൂയ. എന്ത് വേദനയാ ചേട്ടാ മാറിപ്പോയത്? കുഞ്ഞേ, ഇപ്പൊ വേദനയുണ്ടോ എന്ന് മൈക്രോഫോൺ ഒന്ന് കൊടുത്തേ. ഇല്ല, ഇപ്പൊ ഇല്ല. ഓ, വേദനയില്ലെന്ന് മാറിപ്പോയി. കൈയടിച്ച് കർത്താവിന് മഹത്വം കൊടുക്ക്. പറയൂ, എവിടെ എന്ത് സംഭവിച്ചു? എനിക്ക് 8ാം ക്ലാസ്സിൽ വെച്ചാണ് ആക്സിഡന്റ് ആയത്. അന്നേരം എനിക്ക് നടുവിന് ചെറിയൊരു പെയിൻ ഉണ്ടായിരുന്നു. അന്നേരം ആ നടുവിന് ഇത്ര ഗ്യാപ്പ് ഉണ്ടായിരുന്നു. പക്ഷെ ബസ്സിലൊക്കെ വന്നിരുന്നപ്പോൾ എനിക്ക് നല്ല നടുവേനുണ്ടെന്ന്. മിറ്റമൊക്കെ 2 ദിവസത്തിലൊരിക്കലും തൂത്തുവായിരുന്നു. അത്ര നടുവേനുണ്ട്. സിസ്റ്റർ വിളിച്ച് പറഞ്ഞപ്പോഴത്തേക്ക് എന്റെ നടുവിൽ എന്തോ ഒരു അടിയടിച്ച പോലെ വേദന. വീണ്ടും പാടാം നമ്മള്. പക്ഷെ കേട്ടോട്ടെ, ഇവിടെ എന്ത് സംഭവിച്ചു ചേച്ചി? 79 എന്റെ മോൻ എന്നെ ഗർഭിണിയായിരുന്നപ്പോൾ എനിക്കൊരു നടുവിനൊരു പരിക്ക് പറ്റിയത്. 79. ഓക്കെ. ഇപ്പം ആ നടുവിനെ കൊണ്ട് എനിക്കൊന്നും നടക്കുമ്പോ കാലിന് വരെ വേദനയായിരുന്നു. ഇപ്പം പ്രാർത്ഥിച്ചപ്പോൾ എന്റെ നടുവിൽ ഏതാണ്ട് ഷോക്ക് അടിക്കുമ്പോൾ ഒരു മിന്നുണ്ടായി. ഇപ്പൊ എനിക്ക് വേദനയില്ല. ഒന്ന് ചാടി നോക്കി ചേച്ചി. सबसे ऊंचा है यीशु तेरा नाम, सबसे ऊंचा है यीशु तेरा नाम, सबसे ऊंचा है. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ ഉദയപൂർ നവംബർ 25 ബുധൻ. സമയം വൈകിട്ട് 6 മുതൽ 9 വരെ. വിവേകാനന്ദ ഓഡിറ്റോറിയം, മോഹൻലാൽ സുഖാദിയ യൂണിവേഴ്സിറ്റി ക്യാമ്പസ്, ഉദയപൂർ, രാജസ്ഥാൻ. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ കോട്ട നവംബർ 26 വ്യാഴം. സമയം വൈകിട്ട് 6 മുതൽ 9 വരെ. ഇമ്മാനുവൽ മിഷൻ ചർച്ച് ഓഡിറ്റോറിയം, കോട്ട ജംഗ്ഷൻ, രാജസ്ഥാൻ. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ ഡൽഹി നവംബർ 27 വെള്ളി. സമയം വൈകിട്ട് 5 മുതൽ 8 വരെ. സെയിന്റ് തോമസ് ചർച്ച് ഓഡിറ്റോറിയം, സെയിന്റ് തോമസ് കമ്മ്യൂണിറ്റി ഹാൾ, 59 മന്ദിർ മാർക്ക് പോലീസ് സ്റ്റേഷന് സമീപം, ന്യൂഡൽഹി 110001. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ ജയ്പൂർ നവംബർ 28 ശനി. സമയം വൈകിട്ട് 6 മുതൽ 9 വരെ. ഭാരതം ഓഡിറ്റോറിയം, ടാഗോർ പബ്ലിക് സ്കൂൾ ക്യാമ്പസ്, വൈശാലി നഗർ, നാഷണൽ ഹാൻഡ്ലൂമിന് എതിർവശം, ജയ്പൂർ, രാജസ്ഥാൻ. നമുക്കൊരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളെയും ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. മോണയിൽ നിന്ന് കർത്താവെ ബ്ലഡ് വരുന്നത് പോലെ അസുഖമുള്ള വ്യക്തികൾ ഇപ്പോൾ സൗഖ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അതുപോലെ സ്കിൻ ഡിസീസ്, സോറിയാസിസ് പോലുള്ള സ്കിൻ ഡിസീസസ് ഇപ്പോൾ അത് സൗഖ്യമാവുകയാണ്. കണ്ണിനകത്ത് ചില പ്രശ്നങ്ങളുള്ള വ്യക്തികളെ കർത്താവ് ഈ സമയത്ത് സൗഖ്യമാകുകയാണ്. വിട്ടുമാറാത്ത തലവേദന, അതുപോലെ വിട്ടുമാറാത്ത പനി, അത് കർത്താവ് ഇതാ സൗഖ്യമാക്കിയാണ്. ക്യാൻസർ രോഗികളായിട്ടുള്ളവർ ഇപ്പോൾ സ്ക്രീനിലേക്ക് കൈകൾ നീട്ടി പ്രാർത്ഥിക്കാനായി തുടങ്ങിയാലും യേശുവിൻ്റെ നാമത്തിൽ എല്ലാ ക്യാൻസർ രോഗികളും ഈ സമയത്ത് സൗഖ്യമാകട്ടെ, വിടുതലുകൾ സംഭവിക്കട്ടെ, അനുഗ്രഹങ്ങൾ വന്ന് ചേരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. കർത്താവേ, ഇന്നത്തെ എപ്പിസോഡ് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെയും ആത്മീക ജീവിതത്തിൽ വലിയ അനുഗ്രഹങ്ങൾ വന്ന് ചേരട്ടെ, ശാരീരികമായി വലിയ നന്മകൾ വന്ന് ചേരട്ടെ കർത്താവേ. അവരുടെ സാമ്പത്തിക മേഖലകളിലും അനുഗ്രഹങ്ങൾ വന്ന് ചേരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ കർത്താവെ, ഓരോ വ്യക്തികളെയും ഞങ്ങളിപ്പോൾ ചേർന്ന് അനുഗ്രഹിച്ചിരിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഈ ആഴ്ചയിലെ എപ്പിസോഡുകൾ കാണാൻ മറക്കരുത്. അപ്പോൾ തന്നെ ഈ ആഴ്ചയിൽ നമ്മുടെ ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ നടക്കുന്ന വെള്ളിയാഴ്ച പാലയിലും
ശനിയാഴ്ച അടിമാലിയിലുമാണ്. അതിൻ്റെ ചുറ്റുവട്ടത്തുള്ള എല്ലാവരെയും ആ ബ്ലെസ്സിങ് ഫെസ്റ്റിവലിന് വേണ്ടി ഞങ്ങൾ പ്രത്യേകമായി സ്വാഗതം ചെയ്യുകയാണ്. കർത്താവിൻ്റെ വലിയ അനുഗ്രഹങ്ങൾ ഈ ആഴ്ച മുഴുവൻ കർത്താവ് നിങ്ങളെ നിറയ്ക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. നാളത്തെ എപ്പിസോഡിലൂടെ നമുക്ക് വീണ്ടും കാണാം. ஒன்றாய் சேர்ந்தோம், அவர் தந்த மகிமை பார்த்தோம், மறுரூப மாற்றம் கண்டோம். ஓஹோ ஓஹோ பிறந்தாரே, ஓஹோ ஓஹோ மரித்தாரே, ஓஹோ ஓஹோ எழுந்தாரே, ஓஹோ ஓஹோ வருவாரே. ஆராதிக்க கூடி வந்தோம், பாசத்தாலே ஒன்றாய் சேர்ந்தோம், அவர் தந்த மகிமை பார்த்தோம், மறுரூப மாற்றம் கண்டோம். ஓஹோ ஓஹோ பிறந்தாரே, ஓஹோ ஓஹோ மரித்தாரே, ஓஹோ ஓஹோ எழுந்தாரே, ஓஹோ ஓஹோ வருவாரே. எல்லாமே இயேசு, 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 எல்லாமே இயேசு. இயேசு நாமம் உயர வேண்டும், அவர் செய்யும் அற்புதம் வேண்டும், துதியோடு பாட வேண்டும், பரலோகம் இறங்க வேண்டும்.